ഹായ് പ്രാവ്. നമുക്കതിനെ പിടിച്ചാലോ? എന്തിന്? എടാ ജോയി, ദാ പ്രാവ്. ഇടികിട്ടിയതിന്റെ കേടുമാറാൻ പ്രാവിൻ സൂപ്പ് ബെസ്റ്റല്ലടാ. സിദ്ധൌഷധ. എടാ കുഞ്ഞപ്പ, ദാ പ്രാവിനെ പിടിച്ചടാ. ഒന്ന് പിടിച്ചടാ. ഇതിനകത്തൊരു ഡയലോഗ്. ഡയലോഗോ? ക്ഷമിക്കുക, കൊട്ടാരത്തിലുള്ള എല്ലാവർക്കും വേണ്ടി ഞാൻ മാപ്പ് ചോദിക്കുന്നു. ഇതാരാ ഇങ്ങനെ ഒരു കത്ത് എഴുതിയിരിക്കുന്നത്? ചിലപ്പോ രാജാവായിരിക്കോ? രാജാവിന്റെ അമ്മൂമ്മയായിരിക്കും. പോടാ അവിടുന്ന്. അരവിന്ദ, ഇതവള് തന്നെ. എവള്? ഇവൻ ജീവൻ രക്ഷിച്ചില്ലടാ, ഇവിടുത്തെ തമ്പുരാട്ടി. അവൾക്ക് ഇവനോട് എന്തോ ഒരു ഇത് തോന്നി തുടങ്ങിയിരിക്കുന്നു. ഒന്ന് പോടാ. പെയിന്റ് അടിക്കാൻ വന്നവനോടല്ലേ തമ്പുരാട്ടിക്ക് എന്തോ ഒരു ഇത് തോന്നും. ജീവൻ രക്ഷിച്ചാൽ ഏത് കാട്ടുമാക്കാനോടും പെണ്ണിന് പ്രേമം തോന്നും. ഉമയ്ക്ക് നിന്നോട് പ്രേമം തോന്നിയില്ലടാ, അതുപോലെ തന്നെ ഇതും. അരവിന്ദ മോനെ, ഇതൊരു സൂചന പ്രേമലേഖനമാണ്. ഞാൻ അരവിന്ദനെ കാണാൻ താഴേക്ക് വന്നപ്പോ അരവിന്ദനോടി മേളിലേക്ക് പോന്നോ? എന്തത്? ഒരു സമ്മാനാണ് എന്റെ ജീവൻ രക്ഷിച്ചതിന്. എന്താ ഒരു താങ്ക്സ് പോലും പറയാത്തത്? ഓ സോറി. താങ്ക്സ് ലോട്ട്. യു വെൽക്കം. എന്നെന്തെങ്കിലും ചെയ്താലുണ്ടല്ലോ ഞാൻ ആ തമ്പുരാട്ടിക്കുട്ടിയോട് പറഞ്ഞു കൊടുക്കും. പറഞ്ഞ അവരെന്നെ വേണ്ട. ഇളയപ്പന്റെ കോൺട്രാക്ട് ക്യാൻസൽ ചെയ്ത് കളയും. അവളുടെ ജീവൻ രക്ഷിച്ചവനല്ലേ ഇവൻ. ജീവൻ രക്ഷിക്കാൻ തമ്പുരാട്ടി ഉമ്മ വെക്കാനല്ലേ നീ ശ്വാസം കൊടുത്തത്? ആ കിഴവിക്കാരന്റെ അവനെങ്ങനെ ചെയ്യുമായിരുന്നോ? വേണ്ട, ഞാനും മാനേജർ ഷോക്ക് അടിച്ച് വീണപ്പോ ഒരുത്തനും വന്നില്ലല്ലോ ഉമ്മ തരാൻ. ഞാനൊരു ഉമ്മ തരണമെന്ന് വിചാരിച്ചിരുന്നു. പറയടാ, തമ്പുരാട്ടിയുടെ ജീവൻ രക്ഷിച്ചെന്ന് പറ. എന്നെ വരട്ടാൻ വരണ്ട അപ്രന്റീസുകളെ. ഞാനെന്താ അങ്ങോട്ട് പോകുന്നു? ഇങ്ങോട്ടല്ലേ പോണ്ടത്? വീഴ്ചയിൽ ഇളയപ്പൻ എന്തോ പറ്റി. ഏയ്, അതടുത്ത വീഴ്ചയിൽ ശരിയായിക്കൊള്ളൂ. ഇതെന്താ? ആ തമ്പുരാട്ടിക്കുട്ടി തന്നതാ സമ്മാനമായിട്ട്. അയ്യോ, മോതിരം. സ്വർണമാണെങ്കിൽ സൂക്ഷിക്കണം. എന്ത് സൂക്ഷിക്കണം? സൂക്ഷിച്ചു വെക്കണം. സ്വർണത്തിനൊക്കെ ഇപ്പൊ എന്താ വില? അരവിന്ദ, ഇതത് തന്നെ ഞാൻ പറഞ്ഞില്ലേ, അവൾക്ക് നിന്നോട് പ്രേമം തുടങ്ങിയിരിക്കുന്നു. പഞ്ചമി തിങ്കൾ പുഞ്ചിരിക്കുന്നു അഞ്ജന കണ്ണാളി. പഞ്ചമി തിങ്കൾ പുഞ്ചിരിക്കുന്നു അഞ്ജന കണ്ണാളി. അക്ഷരപ്പൂവിൽ തേൻകൂടം വാർന്നു സുന്ദരി പെണ്ണാളി. മഴവില്ലിന്റെ വർണ്ണങ്ങൾ, അനുരാഗത്തിൻ ചായങ്ങൾ, അഴകേഴും നിന്നിൽ കണ്ണും വെച്ചു പൊന്നേ പൊന്നാരേ. പഞ്ചമി തിങ്കൾ പുഞ്ചിരിക്കുന്നു അഞ്ജന കണ്ണാളി. അക്ഷരപ്പൂവിൽ തേൻകൂടം വാർന്നു സുന്ദരി പെണ്ണാളി. മേലാലിവിടെ പാട്ട് പാടിയിട്ടുണ്ടെങ്കിൽ നിന്റെയൊക്കെ കൊരവള്ളി ഞെക്കി പൊട്ടിക്കും. ശ്വാസം പിടിക്കാണ്ട് പോയി കിടന്ന് ഉറങ്ങടാ. നാളെ പുലർച്ചെ പണി ഉറങ്ങേണ്ടതാ. കൈ അങ്ങ് മരവിച്ചു പോയി. പിടിക്ക. ഞാൻ പിടിച്ചിട്ടില്ല. അയ്യോ കാല്. എവിടെ നോക്കിയാടാ പിടിച്ചത്? ആര് പിടിച്ചു? ഞാൻ പിടിക്കുന്നതിന് മുമ്പ് നിങ്ങളോട് ആരെങ്കിലും പറഞ്ഞു എടുത്തു പോക്കാൻ? ഞങ്ങൾ മൂന്നാളും കൂടെ പിടിച്ച് പൊക്കുമ്പോ നിന്നോട് പറഞ്ഞ വേറെ ആരെങ്കിലും എന്ന് പറയണോ പിടിക്കാൻ? എന്താ അവിടെ?
ഓ എന്റെ ഭഗവതി. ഞങ്ങള് സൂക്ഷിച്ച് പൊക്കിക്കൊണ്ട് പോവുകയായിരുന്നു. എങ്ങോട്ട്? വരികയായിരുന്നു, ഇവന്റെ കയ്യിൽ നിന്ന് സ്ലിപ്പായി പോയതാ. എടാ, എത്രയോ കൊല്ലം പഴക്കമുള്ള സാധനങ്ങളായി ഈ തകർത്തിട്ടിരിക്കുന്നത്. ഓഹോ, പഴയ സാധനങ്ങളായിരുന്നോ? ഞാൻ പുത്തം പുതിയതാണെന്ന് വിചാരിച്ച് പേടിച്ചു പോയി. സാരമില്ല. ആ, കൊട്ടാരത്തിലെ ആന്റിക് സാധനങ്ങളെല്ലാം പൊട്ടിച്ച് തവിടുപൊടിയാക്കിയിട്ട് ഇപ്പൊ സാരമില്ലെന്നോ? എടാ സുന്ദരേശ, എടാ സുന്ദരേശ, ഇവനിത് എവിടെ പോയി കിടക്ക? സുന്ദരേശ, ഇത്രയും അടുത്ത് നിന്നിട്ട് എന്തിനാ കഴുത ഇങ്ങനെ കാണുന്നത്? അടുത്തേക്കല്ല കഴുതേന്റെ ഒച്ചെടുത്ത് വിളിക്കുന്നേ. നീ ന്യായമൊന്നും പറയാണ്ട് ഈ സാധനങ്ങളെല്ലാം ഇവന്റെ പേര് പറ്റരുത്. നശിപ്പിച്ച സാധനങ്ങളെല്ലാം വില ഈടാക്കാണ്ട് ഇവനെ പുറത്തയക്കണ്ട. ആ തമ്പു ഒന്ന് പറഞ്ഞ് മനസ്സിലാക്ക. താൻ വന്ന് പറ്റു പുസ്തകത്തിൽ ഒപ്പിട്ടിട്ട് പോയിക്കോ. സാധനങ്ങളുടെ ലിസ്റ്റ് ഞാൻ അവസാനം എഴുതി ചേർത്തോളാം. ഇനിയും പൊട്ടിക്കാനുണ്ടല്ലോ മാർക്ക്. വാ വാ വാ. പിടിക്ക്. അയ്യോ, പിന്നെ പൊട്ടിച്ചോ? പൊട്ടിച്ചില്ല. പുരാവസ്തു ഒരിക്കൽ കൂടി തറ വിടാതാ. ഞാൻ മതി രണ്ടോ പൊട്ടി വന്നോളാം. ഇനി ഇവിടുത്തെ സാധനങ്ങൾ വല്ലതും കൈകൊണ്ട് തൊട്ടോ ആ കഴിഞ്ഞ വെട്ടിക്കളെ. നിന്നെ ഒന്നും പിരിച്ചുവിടാൻ പറ്റാത്തോണ്ട് എന്റെ കുത്തുവാൾ എടുപ്പിക്കാന്നുള്ള വിചാരം. പണിയെടുപ്പിച്ച് ഇതിന്റെ മുതലും പലിശയും ഈടാക്കി നിന്റെയൊക്കെ നടു ഓടിച്ചിട്ട് ഈ ലാസർ കൊടുത്ത് വിടൂ. കാലി കുരുവോ? എന്താണ് അവിടെ നിന്ന് പറഞ്ഞ? വാ, ആ ചുറ്റിക്ക് അവന്റെ കൊടുക്ക്. നീ പോയി ഫർണിച്ചർ എടുത്ത് നോക്കിയാൽ സഹായിക്കും. നിക്കണ അവിടെ. നിന്നോടല്ല, നീ പോ. നീ ഇങ്ങോട്ട് പോന്നു. ഫർണിച്ചർ എടുത്തു വെക്കാൻ സഹായിക്കാം. ഫർണിച്ചർ തൊട്ട് പോരുത്. കോണി കയറി ആവശ്യമില്ലാത്ത ആണിയൊക്കെ പറിച്ചോളാം. പോ. ആവശ്യമുള്ളതാണ് ആവശ്യമില്ലാത്താണ് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? നീ പറിക്കുന്നൊക്കെ ആവശ്യമില്ലാത്തായിരിക്കും. പോയി പറയടാ. നീ അങ്ങോട്ട് പോണു. ആണി പറിക്കേ. ആണി പറിക്കണ്ട. നീ എന്തിനാ ഇറങ്ങി വരുന്നത്? ആണി പറിക്കണ്ടെന്ന് പറഞ്ഞു. ഞാൻ ഇവനോടല്ലേ പറഞ്ഞത്? പോയി പറി. നാശങ്ങൾ. അരവിന്ദൻ ദർബാർ ഹാളി പണിയുന്നുണ്ട്. അവൻ എന്തെങ്കിലും സാധനം തല്ലി പൊട്ടിക്കുന്നുണ്ടോ പോയി നോക്ക്. പോ. അപ്രശിഞ്ഞ എന്നാ നീ ഭിത്തി വരച്ച് കഴിയും. ആഹാ, അയ്യോ, ഭിത്തിക്ക് നോവും. ശക്തിയാക്കി തേച്ചൊരച്ച് കഴിയട കഴുതേ. ആ ആ ആ ആ. അയ്യോ, എന്ത് പറ്റി? ചുറ്റിക്ക് തലേ വീണു. അയ്യോ, ബോധം പോകുന്ന സന്തോഷം. നീ വെള്ളം എടുക്ക്. അയ്യോ, അത് അഴുക്കുള്ള. ഞാൻ നല്ല വെള്ളം കൊണ്ടുവരാം. ഇളയപ്പന്റെ തലയിൽ ചുറ്റിക വീണു. എന്നെ ജീവിക്കാൻ സമ്മതിക്കില്ലല്ലോ. മതി, ചെയ്തെടുത്തോളം പണിയും സഹായം ഒക്കെ മതി. ഇനി ഇവിടെ നനങ്ങി എല്ലാത്തിന്റെ കൈയും കാലും ഞാൻ പറ്റും. എടാ കുഞ്ഞപ്പ, നോക്കിക്കോണം. ഇനി അവന്മാരോട് നനങ്ങിയാൽ അപ്പൊ എനിക്ക് വരും തരണം. ആ കാര്യം ഞാൻ എത്തി. ഒരച്ചോണ്ട് നോക്കടാ. I love you.